പറ്റിയിട്ടില്ല. എന്തായിരുന്നാലും വ്യക്തിപരമായി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെങ്കിലും തെറ്റെനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ള കാര്യത്തിനകത്ത് സംശയമൊന്നുമില്ല. നാളെ സംഭവിക്കാൻ പോകുന്ന ഒന്നാണ്. അത് എഴുതി വെച്ചോ സിബി. എൻ കെ പ്രേമചന്ദ്രൻ BJP-യിലേക്ക് പോകുന്ന ഒരു കാലം അതിവിദൂരമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഷിബു ബേബി ജോൺ എൻ കെ പ്രേമചന്ദ്രനെ പോലെ അപ്രമാദിത്വം കാണിക്കാൻ നിൽക്കത്തില്ല. ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനകത്ത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് സിബി. ഇത് 2011 ഡീലിമിറ്റേഷന് മുമ്പാണെങ്കിൽ ഇപ്രാവശ്യം ഒരു പക്ഷേ 140 നേടി UDF, ഒരു 135 നേടി UDF അധികാരത്തിൽ വരുമായിരുന്നു. RSPയുടെ മുമ്പിൽ ഒറ്റ പ്രതിസന്ധിയുള്ളൂ. RSPക്കുള്ള ഒരു MP അത് NDA-യിലേക്ക് പോകാനുള്ള സാധ്യത എന്നുള്ളത് മാത്രമേ അറിയാനുള്ളൂ. അത് മെല്ലെ ഒരു സഹമന്ത്രി സ്ഥാനവും കൊടുത്തിട്ട് അതും ഈ പിള്ളേർക്ക് ഐസ്ക്രീം കൊടുക്കുന്ന പോലെ അതും നുണഞ്ഞുകൊണ്ട് പ്രേമചന്ദ്രൻ അവിടെ ഇരിക്കും. പ്രേമചന്ദ്രന് RSPക്ക് അകത്ത് കൊണ്ടുവന്നിട്ട് MLA ആക്കാനോ MP ആക്കാനോ അവസരം ഇവർ കൊടുക്കില്ല. ഷിബു ശക്തനായി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ സംഘടനാ മിഷണറി ഷിബുവിൻ്റെ കയ്യിലായിരിക്കുന്നു. അസീസ് അതിനല്ല ബാക്ക് ബോണായിട്ട് നിൽക്കുന്നു. ബാക്കി ജയിച്ച് കയറിയവരെല്ലാം ഷിബുവിനോട് കൂറുള്ളവരാണ്. രാജൻ നമസ്കാരം. നമസ്കാരം. രാജൻ ഭായി, ഈ RSPയുടെ തിരിച്ചുവരവ് 10 വർഷം ഒരു MLA പോലും ഇല്ലാതിരുന്നിട്ടും UDF-നൊപ്പം തന്നെ ഉറച്ചു നിൽക്കുകയും അതോടൊപ്പം തന്നെ മികച്ച തിരിച്ചുവരവ്, അതായത് 3 MLA-മാർ, അതോടൊപ്പം തന്നെ തളിപ്പറമ്പ് സീറ്റിൽ വി കുഞ്ഞികൃഷ്ണൻ മത്സരിച്ചിട്ടുള്ളത് RSPയുടെ സീറ്റിലാണ് മത്സരിച്ചിട്ടുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നു RSPയുടെ ഒരു തിരിച്ചുവരവിനെ? തളിപ്പറമ്പ് സീറ്റിലല്ല, പയ്യന്നൂർ സീറ്റിലാണ് വി കുഞ്ഞികൃഷ്ണൻ. പയ്യന്നൂർ സീറ്റാണ് വിട്ടുകൊടുത്തത്. സത്യത്തിൽ പയ്യന്നൂർ സീറ്റ് അവർക്ക് വിട്ടുകൊടുത്തപ്പം അവർ മുന്നണിയുടെ ഒരു സാമാന്യ മര്യാദ എന്ന രീതിയിൽ പൊതുസ്വതന്ത്രനായിട്ട് പിന്നെ വി കുഞ്ഞികൃഷ്ണൻ നിർത്തുമ്പം RSPയുടെ അക്കൗണ്ടിൽ തന്നെയാണ് സീറ്റ് കണക്കൂട്ടേണ്ടത്. മൊത്തം അവർക്ക് വിട്ടുകൊടുത്തത് 5 സീറ്റാണ്. 3 സീറ്റിൽ അവരുടെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി, മറ്റിടത്ത് മുന്നണിയുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ആ സീറ്റിൽ അവർ നിർത്തിയപ്പം അവിടെയും സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുമ്പം 80% അല്ല 5-4 എന്ന് പറയുമ്പോൾ 80% സീറ്റിൽ അവർ വിജയിച്ചു. അവർക്ക് അനുവദിച്ച 5 സീറ്റിൽ 4 ഒരു വിജയം കൈവരിച്ചു എന്ന് പറയുമ്പം അതിന് ഏറ്റവും കൂടുതൽ ചങ്കിടിപ്പുള്ളത് RSP വിമത വിഭാഗത്തിനോ ഇടതുമുന്നണിക്കോ മറ്റേതെങ്കിലും പാർട്ടിക്കോ അല്ല. ഏറ്റവും കൂടുതൽ ആ വിജയത്തിൽ ഞെട്ടിത്തരിച്ചു പോയതും ഉറക്കം കെടുന്നതും സാക്ഷാൽ എൻ കെ പ്രേമചന്ദ്രനാണ് എന്ന് അടിവരയിട്ടെന്ന് സംശയം പറയാൻ കഴിയും. എൻ കെ പ്രേമചന്ദ്രൻ ഇതിനെ പോക്കറ്റ് സംഘടനയായിട്ട് കയ്യിൽ വെക്കുകയും ഇവിടെ MLA-മാരൊന്നും ഇല്ലാതിരിക്കുകയും MP ആയിട്ട് പുള്ളി അങ്ങനെ അവിടെ പോവുകയും പുള്ളിക്ക് ഇഷ്ടമുള്ളപ്പോൾ ബാർഗെയിൻ ചെയ്യുകയും ഏത് സമയത്തും BJP-യിലേക്ക് ചാടാൻ നിൽക്കുന്ന കയ്യാലപ്പുറത്തെ തേങ്ങയാണ് പ്രേമചന്ദ്രൻ എന്ന് നമ്മൾ 100 പ്രാവശ്യം ഇവിടെയിരുന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതും പ്രവചിച്ചോ ഒന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. എന്തായിരുന്നാലും വ്യക്തിപരമായി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെങ്കിലും തെറ്റെനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ള കാര്യത്തിനകത്ത് സംശയമൊന്നുമില്ല. നാളെ സംഭവിക്കാൻ പോകുന്ന ഒന്നാണ്. അത് എഴുതി വെച്ചോ സിബി. എൻ കെ പ്രേമചന്ദ്രൻ BJP-യിലേക്ക് പോകുന്ന ഒരു കാലം അതിവിദൂരമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എം കെ പ്രേമചന്ദ്രൻ ഇനിയിപ്പോൾ ഇവളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മോനെ പിടിച്ച് ഇരവി എടുത്ത് സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമം നടത്തി. ഏത് വാഴിയെ കിടക്കുന്ന ചെറുക്കനെ പിടിച്ചു പിന്നെ കോളേജിലും പോയിട്ട് അവിടെ പോലും അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തിൽ പോലും പ്രവർത്തിക്കാതിരുന്നവനെ പിടിച്ചിട്ട് ഇരവി എടുത്ത് സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞു. മറ്റേ വേറെ സ്ഥാനാർത്ഥിയെ ഷിബു ബേബി ജോൺ അപ്പോൾ തന്നെ കൊണ്ടുവന്നു. ഒരു അഡ്വക്കേറ്റ് വിഷ്ണു കൊണ്ടുവന്നു കഴിഞ്ഞ സമയത്ത് പിന്നെ വിജയസാധ്യതയില്ല എന്ന് പ്രേമചന്ദ്രൻ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് നോക്കി. അത് വിജയസാധ്യത ഉണ്ട്, തോറ്റാലും ശരി പ്രേമചന്ദ്രൻ്റെ മോൻ നിൽക്കേണ്ട എന്നുള്ളത് ഷിബു മുന്നണിക്കകത്ത് മര്യാദ കാണിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, പത്തനാപുരത്ത് കോൺഗ്രസ്സുകാർക്ക് നേരെ അക്രമം ഉണ്ടായപ്പോഴും ഷിബു നെഞ്ചും പിരിച്ചവിടെ ചെന്നു. പത്തനാപുരത്ത് ഗണേഷ് കുമാറിനോട് കന്നാപ്പട വാട അടിക്കാൻ പാടാന്നുള്ള മട്ടിൽ അങ്ങനെ നിന്നാ. ഷിബു ഒരുപാട് സാമ്പത്തിക ക്രൈസിസിലൂടെയൊക്കെ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ സിബിക്ക് അറിയാലോ. ഒരു പ്രത്യേക ബേബി ജോണിന്റെ മകനാണ്. കേരള രാഷ്ട്രീയത്തിൽ അധികായൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ അധികായനാണ്. കാരണം അയാളുടെ ഹൈറ്റ് തന്നെ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പം രാഷ്ട്രീയ പാർട്ടി നേതാവായിരുന്നിട്ടും അദ്ദേഹം ബെൻസിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതെ, അദ്ദേഹം അങ്ങനെ ജീവിച്ചിരുന്ന വളരെ സമ്പന്നമായ സാഹചര്യത്തിൽ വളർന്ന ഷിബു ഒരു ഘട്ടത്തിൽ ദാരിദ്ര്യത്തിൻ്റെ പടുകൂടി, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനില്ലാതിരിക്കുന്നത് മാത്രമല്ല ദാരിദ്ര്യം, പട്ടിണി മാത്രമല്ല, അല്ലാതെ എല്ലാ രീതിയിലും സാമ്പത്തികമായി തളരുകയും ഒറ്റപ്പെടുകയും ഒക്കെ ചെയ്യുകയും അതിൽ മാനസികമായിട്ട് വലിയ ഒരു സൈക്കിക് ഡിസോർഡറിലേക്ക് പോവുകയൊക്കെ ചെയ്തെടുത്തുനിന്ന് ഷിബു 10 വർഷം ക്ഷമയോടെ കാത്തിരുന്നിട്ടും മുന്നണിയിൽ നിന്ന് വിട്ടുപോകാതെ ഷിബുവിൻ്റെ ഒരു അതിഗംഭീരമായ തിരിച്ചുവരവാണ്. പ്രേമചന്ദ്രന് അതിനകത്തൊരു പുല്ലും സംഭാവന ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം സ്ട്രൈക്ക് റേറ്റിൽ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത് നോക്കുമ്പം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് സ്ട്രൈക്ക് റേറ്റ് മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പലരും പല വഴിക്ക് നിൽക്കുക എന്നുള്ളത് നമുക്കറിയാം. യൂണിറ്റി ഇല്ല. സാധാരണ നമ്മൾ പറയാറുണ്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയാറുണ്ട്. ഇത് ഡൈവേഴ്സിറ്റി ഇൻ യൂണിറ്റിയാണ്. ഒരു പാർട്ടിക്കകത്ത് നിൽക്കുന്നതേ ഉള്ളൂ, പക്ഷെ പലരും പല വഴിക്കാണ് നിൽക്കുന്നത്. മോൻസിന്റെ കൂടെ ആകെ ഉള്ളത് റേച്ചാൻ മാത്രമേ ഉള്ളൂ. ഉറച്ചു നിൽക്കുന്നതെന്ന് പറയാൻ റേച്ചാനേ ഉള്ളൂ. അപ്പന് എട്ടും പൊട്ടും തിരിയാത്തതുകൊണ്ട് അപ്പം മോൻസ് പറയുന്നത് കേൾക്കണോ, അപ്പന് പറയുന്നത് കേൾക്കണോ, ഇവർ പറയുന്നത് കേൾക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുക അപ്പു ജോസഫ്. അപ്പോൾ ബാക്കി ഇതിനകത്തുള്ള ആൾക്കാരുടെയൊക്കെ സ്ഥിതി എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന പച്ചവെള്ളം പോലെ നമുക്ക് അറിയാത്ത ആൾക്കാരും അല്ല അവിടെ അകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ.
പിന്നെ മോൻസ് പാർലമെന്ററി പാർട്ടി ലീഡർ ആവുന്നതിന് കുഴപ്പമൊന്നുമില്ല. മന്ത്രിയാവണോ വേണ്ടെന്നൊക്കെ ഉള്ളതൊക്കെ അവിടെ നിൽക്കുകയാണ്, പെൻഡിങ്ങിലാണ് അതൊക്കെ വിഷയങ്ങൾ. അപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഷിബു ബേബി ജോണിൻ്റെ പിന്നെ അപ്രമാദിത്വം സംസ്ഥാന ആസ്തിക്കകത്തുണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഷിബു ബേബി ജോൺ NK പ്രേമചന്ദ്രനെ പോലെ അപ്രമാദിത്വം കാണിക്കാൻ നിൽക്കത്തില്ല. ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുകയും ഒന്നും ചെയ്യുന്ന ഒരാളല്ല. വളരെ ജനാധിപത്യപരമായി ആ പാർട്ടിക്കകത്ത് ഒരു വിപ്ലവ പ്രസ്ഥാനമാണത്, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനമാണ് RSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അറിയാലോ, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനമാണ്, തൊഴിലാളികളുടെ സംഘടനയാണ്. ആ സംഘടനയ്ക്കകത്ത് ബേബി ജോൺ ഉൾപ്പെടെയുള്ളവർ, അദ്ദേഹത്തിൻ്റെ പിതാവ് ബേബി ജോൺ ഉൾപ്പെടെയുള്ളവർ കൊണ്ടുവന്ന അതേ പാതയിലൂടെയാണ് അതിനെ അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്നത്. AV താമരാശനെയും അതേപോലെ തന്നെ ചന്ദ്രചൂഡനെയും എല്ലാവരെയും വെട്ടി ഒതുക്കി വെറും നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന ഈ പ്രേമചന്ദ്രൻ പിന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു, ലോക്സഭയിലേക്ക് 2 തവണ മത്സരിക്കുന്നു, പിന്നെ സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കുന്നു, മന്ത്രിയാവുന്നു, വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. ഞാനല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ള മട്ടിൽ പോകുന്നു. അച്ചടി ഭാഷയിൽ ചതുരത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ് ഇയാൾ കാണുന്ന എല്ലാവരും കാണുന്ന വലിയ ക്വാളിറ്റി. അത് കാണാതെ പഠിച്ച് പറയുന്നതാണ്. അല്ലാതെ അയാളോട് ഞാൻ പറയുന്നു, എൻ്റെ മുമ്പിൽ അരമണിക്കൂറിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു ഡിബേറ്റിനിരിക്കാനുള്ള കെൽപ്പ് പ്രേമചന്ദ്രന് അതിനുള്ള മരുന്നില്ല എന്നുള്ളത്. പ്രേമചന്ദ്രന് പ്രിപ്പയർഡായിട്ട് പോയിട്ട് സംസാരിക്കുകയല്ലാതെ വേറെ ഒന്നിനും പറ്റത്തില്ല. അങ്ങനെ പറ്റുന്ന എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിലുണ്ട്, അപ്പോൾ ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത്. ഷിബു പിന്നെ അതിനൊന്നും നിൽക്കത്തില്ല, നാടൻ ഭാഷയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഷിബു ഒരു കാലത്ത് മലയാള ചലച്ചിത്ര മേഖലയിലും ബാക്കിയുള്ളവർക്കൊക്കെ ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ടായിരുന്ന ആളാണ്. പക്ഷേ ഷിബുവിൻ്റെ സാമ്പത്തിക തകർച്ച വന്നപ്പോൾ ഷിബു മാനസികമായിട്ട് അങ്ങ് ഡൗൺ ആങ്ങി ഒതുങ്ങിക്കൂടി. പക്ഷേ എന്നിട്ടും തകരാതെ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഷിബുവിൻ്റെ തിരിച്ചുവരവാണ്. ഷിബു മന്ത്രിയാണ്, സംശയമല്ല. അപ്പം ക്ഷമയോടെ കാത്തിരുന്ന പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറയുന്നത് തെളിയിച്ച ഒരാളാണ്. സ്ട്രൈക്ക് റേറ്റ് ഞാൻ പറഞ്ഞു 80% ആണ്. അതായത് കുഞ്ഞികൃഷ്ണൻ്റെ പിന്നെ വിജയ് ഇവരെ അക്കൗണ്ടിൽ കൊടുക്കേണ്ടത്. കാരണം ഇവർ കൊടുത്ത സീറ്റിലാണ് കുഞ്ഞികൃഷ്ണൻ വേണ്ടിയിട്ട് അവർ വിട്ടു കൊടുക്കുന്നവർ നിർത്തുന്നു എന്ന് പറയുമ്പോൾ 5 സീറ്റിൽ 4 സീറ്റിലും വിജയിച്ചു എന്ന് പറയാം, 3 സീറ്റിൽ അവരുടെ ചിഹ്നത്തിൽ. അതേപോലെ തന്നെ ഇയാളുടെ മോനെ പിന്നെ പ്രേമേന്ദ്രൻ്റെ മോനെ തൽക്കാലം വീട്ടിൽ മത്സരിപ്പിച്ചോളാൻ പറഞ്ഞു. എരിവെടുത്ത് കൊടുത്ത് മത്സരിപ്പിക്കേണ്ട, തൽക്കാലം വീട്ടിൽ വേണമെങ്കിൽ മത്സരിപ്പിച്ചോ, അപ്പനും മോനും തമ്മിൽ അവിടെ ഇരുന്ന് മത്സരിച്ചിട്ട് ആർക്കാ കൂടുതൽ വോട്ട് കിട്ടുന്നതെന്ന് ചോദിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഷിബു വളരെ കൃത്യമായൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അത് RSPയുടെ യുവജന വിഭാഗം, RYF അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്, അവരുടെ വിദ്യാർത്ഥി വിഭാഗം, അവരുടെ മറ്റുള്ള സംഘടനകൾ, അവരുടെ ട്രേഡ് യൂണിയൻ ഒക്കെ ഷിബു എടുത്ത തീരുമാനത്തിൻ്റെ കൂടെയാണ് നിന്നത്. സംസ്ഥാന RSP ഐക്യകണ്ഠേന ഈ പ്രേമേന്ദ്രൻ്റെ പണ്ട് ചെയ്തതെന്ന് വെച്ചാൽ ഭിന്നിപ്പിച്ച് ഭരിക്കലായിരുന്നു. താമരാശനെയും ചന്ദ്രചൂഡനെയും തമ്മിലടിപ്പിക്കും, പിന്നെ അസീസിനെ ഇവരെയും തമ്മിലടിപ്പിക്കും. അസീസ് പക്ഷേ ഈ പ്രാവശ്യം വളരെ മാന്യമായി സ്ട്രോങ് ആയിട്ട് ബേബി ജോണിൻ്റെ ഷിബുവിൻ്റെ കൂടെ നിന്നു. അസീസ് ഞാൻ മത്സരിക്കുന്നില്ല എന്നും പറഞ്ഞു. അതിൻ്റെ കൂടെ വളരെ ഒരു ഇടതുപക്ഷ പിന്നെ രാഷ്ട്രീയ നേതാവിൻ്റെ എല്ലാ നേതൃഗുണങ്ങളും കാണിച്ചുകൊണ്ട്, മാന്യതയും കാണിച്ചുകൊണ്ട് അസീസ് പിന്നെ പ്രേമേന്ദ്രൻ്റെ മോനെ കെട്ടിയിറക്കുന്നതിനെതിരെയും അസീസും സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്തു. അപ്പോൾ അസീസും ഷിബുവും ഒക്കെ കൂടിയിട്ട് കൊണ്ടു നടക്കുന്ന വളരെ ഭംഗിയായിട്ടുള്ള രീതിയിലാണ്. അതായത് എവിടെയോ നഷ്ടപ്പെട്ട, ഒരു ദശാബ്ദത്തിന് മുമ്പ് നഷ്ടപ്പെട്ട അവരുടെ പ്രതാപകാലം അവർക്ക് തിരികെ പിടിക്കാനുള്ള സുവർണാവസരം ഒരുക്കി കിട്ടി എന്നുള്ളതാണ്. പക്ഷേ ആ പാവം കുന്നത്തൂർ പിന്നെ തോറ്റുപോയ കോവൂർ കുഞ്ഞുമോൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോഴേക്ക് സങ്കടം. കോവൂർ കുഞ്ഞുമോൻ മന്ത്രിയായതിനു ശേഷം മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി കോവൂർ കുഞ്ഞുമോൻ്റെ കല്യാണം പങ്കെടുക്കാനുള്ള അവസരം നമുക്കില്ലാതായിപ്പോയി. അതാണ് ഇപ്പം ഉണ്ടാകാൻ പോകുന്നത്. ഇനിയിപ്പം മന്ത്രി പോയിട്ട് MLA പോലും അല്ലാതായി. അതുകൊണ്ട് ഇനിയിപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ അൻവറിനോ വെള്ളാപ്പള്ളിയോ ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞേനെ, കോവൂർ കുഞ്ഞുമോൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ MLA ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ ആകുകയാണെങ്കിലേ കല്യാണം കഴിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ MLA അല്ലാതായ സ്ഥിതിക്ക് ഇനി മന്ത്രിയാവാൻ പറ്റാത്തതുകൊണ്ട് കല്യാണം കഴിക്കുന്നതിന് തടസ്സമില്ല എന്ന് വേണമെങ്കിൽ ന്യായവാദമായിട്ട് ഇപ്പോൾ അൻവറിൻ്റെയും പിന്നെ വെള്ളാപ്പള്ളിയുടെയൊക്കെ സ്വഭാവമാണെങ്കിൽ അങ്ങനെ പറയാം. ഇതാണ് ആ ഒരു സ്ഥിതി. സ്ട്രൈക്ക് റേറ്റിൽ മറ്റൊരു പാർട്ടിയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടിയാണ് അവർ. അവർക്ക് പിന്നെ 26 സീറ്റിൽ അവർ മത്സരിച്ചത്. 26 സീറ്റ് മത്സരിച്ചെടുത്ത് അവർ 22 സീറ്റിലും വിജയിച്ചു. 22 സീറ്റ് വിജയിച്ചു എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ 12 സീറ്റ് മത്സരിച്ചു, 12 സീറ്റിലും വിജയിച്ചു. കാസർഗോഡ് ജില്ലയിൽ 2 സീറ്റിൽ മത്സരിച്ചു, 2 സീറ്റിലും വിജയിച്ചു. കോഴിക്കോട് ജില്ലയിൽ അവർക്ക് പിന്നെ 6 സീറ്റിൽ ആണ് മത്സരിച്ചത്, 6 സീറ്റും വിജയിച്ചു. അവർ മത്സരിച്ച 6 സീറ്റിലും. കണ്ണൂർ സീറ്റിൽ അവർക്ക് പിന്നെ 2 സീറ്റിൽ മത്സരിച്ചെങ്കിലും കണ്ണൂർ മാത്രമാണ് അവർക്ക് തിരിച്ചടി ഉണ്ടായത്. പാലക്കാട് മണ്ണാർക്കാട് സീറ്റിൽ മാത്രമാണ് മത്സരിച്ചത്, 100% വിജയം. ആ സീറ്റ് വിജയിച്ചു. എറണാകുളത്ത് അവരാകെ കളമശ്ശേരി മത്സരിച്ചു, അവിടെ വിജയിച്ചു. പിന്നെ കൊല്ലത്താണ് അവർ തോറ്റുപോയ പുനലൂർ. അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ പിന്നെ ഗുരുവായൂരും ഇവിടെയാണ് അവർ തോറ്റുപോയത്, 2 സീറ്റും. അത് കാലങ്ങളായിട്ട് അവരുടെ കയ്യിലില്ല. അപ്പം അവരുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, തകർക്കുന്ന സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിട്ടുള്ളത്. അവരില്ലെങ്കിൽ UDF ഇല്ല എന്നുള്ളതാണ്. അപ്പം ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനകത്ത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് സിബി. ഇത് 2011 ഡീലിമിറ്റേഷന് മുമ്പാണെങ്കിൽ ഈ പ്രാവശ്യം ഒരു പക്ഷേ 140 നേടി
UDF ഒരു 135 നേടി UDF അധികാരത്തിൽ വരുമായിരുന്നു. കാരണം ഇടതു മുന്നണിക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വിജയിക്കാവുന്ന 65 സീറ്റ് ഫിക്സഡ് വെട്ടി മുറിച്ച് കറക്റ്റായിട്ട് വെച്ചിരുന്നതാണ്. വെട്ടി മുറിച്ച് ഇവർ റെഡിയാക്കി വെച്ചു. എല്ലാം കളറ് ഷേപ്പൊക്കെ നോക്കി വെട്ടി മുറിച്ച് നല്ല അലുവ കഷ്ണം പോലെ വെട്ടി വെച്ചു. അലുവയെല്ലാം കോൺഗ്രസ്സുകാർ കൊത്തിക്കൊണ്ട് അങ്ങ് പോയി, UDFകാർ കൊത്തിക്കൊണ്ടുപോയി. CPM തന്നെ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പക്ഷേ ഇപ്പോഴത്തെ പുതിയൊരു വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചിട്ട് ഒരു പാർട്ടിക്ക് ഫിക്സ്ഡ് ആയിട്ട് വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, അതാണ് കാരണം. കാരണം പുതിയ കാലഘട്ടത്തിൻ്റെ സമൂഹത്തിന് പിന്നെ അങ്ങനെ ചിഹ്നം കണ്ട കൈ പറിക്കുന്ന കുഴപ്പമൊന്നും ആർക്കും ഇല്ല. ഒരു പാർട്ടിയോടും അടിമത്തമില്ല. ഏതെങ്കിലും ഒരുത്തം വല്ലാതെ നേതാവ് കളിച്ചാൽ നീ വടാ പുല്ലേന്ന് പറയുന്നിടത്ത് അത് മന്ത്രിയാണെങ്കിലും MLA ആണെങ്കിലും ആരാണെങ്കിലും ആളായാൽ ഒക്കെ പിന്നെ എവിടെയെങ്കിലും അവർക്കൊരു അരുചി അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം വരുമല്ലോ, 5 വർഷം കഴിയുമ്പോൾ നമ്മളടുത്തോട്ട് ഇങ്ങോട്ട് വരും, അപ്പം കാണിച്ചു കൊടുക്കാന്നുള്ള മറ്റുള്ള മനസ്സിൽ റിവെഞ്ച് സൃഷ്ടിക്കുന്ന സ്ഥിതിയുണ്ട്. എന്തായിരുന്നാലും RSPയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാൻ പോകുന്നത്, RSPയുടെ മുമ്പിൽ ഒറ്റ പ്രതിസന്ധിയുള്ളൂ. RSPക്കുള്ളൊരു MP അത് NDAയിലേക്ക് പോകാനുള്ള സാധ്യത എന്നുള്ളത് മാത്രമേ അറിയാനുള്ളൂ. അത് മെല്ലെ ഒരു സഹമന്ത്രി സ്ഥാനവും കൊടുത്തിട്ട് അതും ഈ പിള്ളേർക്ക് ഐസ്ക്രീം കൊടുക്കുന്ന പോലെ അതും നുണഞ്ഞുകൊണ്ട് പ്രേമചന്ദ്രൻ അവിടെ ഇരിക്കും. പ്രേമചന്ദ്രൻ്റെ മോനെ പ്രേമചന്ദ്രന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രേമചന്ദ്രന് RSPക്ക് അകത്ത് കൊണ്ടുവന്നിട്ട് MLA ആക്കാനോ MP ആക്കാനോ അവസരം ഇവർ കൊടുക്കില്ല. ഷിബു ശക്തനായി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ സംഘടനാ മിഷണറി ഷിബുവിൻ്റെ കയ്യിലായിരിക്കുന്നു. അസീസ് അതിനുള്ള ബാക്ക് ബോണായിട്ട് നിൽക്കുന്നു. ബാക്കി ജയിച്ച് കയറിയവരെല്ലാം ഷിബുവിനോട് കൂറുള്ളവരാണ്. അങ്ങനെയുണ്ട്. അത് മാത്രമല്ല UDFനും ഷിബുവിനോടൊരു വലിയ നന്ദിയുണ്ട്. കാരണം പയ്യന്നൂർ പിടിച്ചെടുക്കുന്നതിന് ഷിബുവിന് കൊടുത്ത സീറ്റാണ് വിട്ടുകൊടുത്തത്, RSPക്ക് കൊടുത്തു എന്നുള്ളതിനകത്തല്ല. NK പ്രേമചന്ദ്രന് കൊല്ലത്ത് നിന്ന് ഇനിയും വേണമെങ്കിൽ മത്സരിച്ച് വിജയിക്കാം. പക്ഷേ NK പ്രേമചന്ദ്രന് ഇപ്പം DMK-മായിട്ടും കൂടി പിന്നെ ND അലയൻസിലേക്ക് പോയാൽ TVKക്ക് ഇവർ പിന്തുണ കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് വരുമ്പം അങ്ങനെ വരുമ്പോൾ DMK അപ്പുറത്തോട്ട് അങ്ങ് ചാടും. അപ്പം ഈ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭമൊക്കെ അങ്ങ് നിൽക്കും. പിന്നെ ഹിന്ദി അമാര ദേശീയ ഭാഷ ഹേ, സ്റ്റാലിൻ തന്നെ ഹിന്ദിയിൽ സംസാരിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഇന്ത്യ സഖ്യം അവിടെ കഴിഞ്ഞു. ഇന്ത്യ സഖ്യം അവിടെ കഴിയുമ്പോൾ പിന്നെ ഒരു ഭാവി ഇല്ലയെന്ന് കണക്ക് കൂട്ടുമ്പോൾ പിന്നെ ഇയാൾക്ക് ഇനി ഇപ്പോൾ ജീവിതത്തിൽ ആകാൻ പറ്റുന്ന, മോനെ പിടിച്ച് MLA ആക്കാനും പറ്റിയില്ല, ആകാൻ പറ്റുന്നത് കേന്ദ്രമന്ത്രി ആകുക എന്നുള്ളതാണ്. കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഊണ് കഴിക്കാൻ വിളിച്ചപ്പോൾ പ്രേമേന്ദ്ര നീ അങ്ങോട്ട് പോവാ, ഞാൻ ക്യാൻറ്റീനിൽ പോവാ, ഇവിടെ വാടേ ചോറ് കഴിച്ചിട്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പം എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ നരേന്ദ്രമോദിയുടെ അടുത്തിരുന്നിട്ട് ചോറ് കഴിച്ച് പിരിഞ്ഞ ആളാണ് പ്രേമചന്ദ്രൻ. ആ പ്രേമചന്ദ്രനോട് ഇങ്ങ് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയും നിനക്ക് പിന്നെ ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനം തരട്ടെ, സാറേ തന്നേക്കെന്ന് പറയും. ഏത് വകുപ്പാണ് വേണ്ടേ സാറേ, ഒരു വകുപ്പും ഇല്ലേലും വേണ്ടില്ല, എന്നെ കേന്ദ്രമന്ത്രി ആക്കിയാൽ മതി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് പ്രേമചന്ദ്രൻ്റെ രാഷ്ട്രീയ പ്രസക്തി അവസാനിക്കും. പ്രേമചന്ദ്രൻ UDFന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ BJPക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്ന ആളാണ്. പ്രേമചന്ദ്രൻ NDAയുടെ ഭാഗമായിട്ട് അങ്ങ് മാറും. ബേബി ജോൺ RSPയെ അതിൻ്റെ പഴയ പ്രതാപ കാലഘട്ടത്തിലേക്ക്, ബേബി ജോണിൻ്റെ കാലത്തുള്ളത്രയും ഇല്ലെങ്കിൽ പോലും UDFലെ ഒരു നിർണായക ഫാക്ടറായിട്ട്, എന്തിനും അതങ്ങനെ അടിക്കടി പിന്നെ ആശയപരമായിട്ട് നേരിടേണ്ടടുത്ത് അതിന് എന്തിനും തയ്യാറായിട്ടുള്ള ഒരാളാണ്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് പ്രേമചന്ദ്രൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയും ബേബി ജോണിൻ്റെ പിന്നെ ഒരു പുതിയ താരോദയമായിട്ട് ബേബി ജോൺ മാറുകയും ചെയ്യുന്നൊരു കാഴ്ചയുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ ഈ സ്ട്രൈക്ക് റേറ്റിനെയും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായിരുന്നാലും പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന പിന്നെ ഊതി വീർപ്പിച്ച ബലൂണിൻ്റെ അറ്റത്ത് മുട്ടുസൂചി കൊണ്ടൊരു കുത്താൻ ഷിബു ബേബി ജോണിന് കഴിഞ്ഞു. അത് വെറും കാറ്റായിരുന്നു എന്നുള്ളത് നാട്ടുകാർക്ക് ബോധ്യമായി. അതുകൊണ്ട് പ്രേമചന്ദ്രൻ എന്ത് തീരുമാനം എടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് നോക്കിയിരുന്ന് കാണാനുള്ളൂ. UDFൽ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ഒരു 3 MLA-മാരെ ഉള്ളെങ്കിലും ഔദ്യോഗികമായിട്ട്, പിന്നെ കുഞ്ഞികൃഷ്ണൻ്റെ വിട്ടുകളാണ്, 3 MLA-മാരെ ഉള്ളെങ്കിലും 30 MLA-മാരുള്ള പാർട്ടിക്ക് കൊടുക്കുന്ന പരിഗണന UDF ഷിബു ബേബി ജോണിന് കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല.